അനിൽ ജി കെ സൊല്യൂഷന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മധ്യകാല ഇന്ത്യ ചരിത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം സുൽത്താനേറ്റ്, മുസ്ലിം ആക്രമണത്തിന് ശേഷമുള്ള സുൽത്താനേറ്റ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സുൽത്താനേറ്റിലേക്ക് പോവാം. ഓർത്തിരിക്കുക, മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഡൽഹി സുൽത്താനേറ്റ് തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ, തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ച 5 സുൽത്താൻ വംശങ്ങള് നമുക്ക് സുൽത്താനേറ്റ് എന്ന് വിളിക്കാം. ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ 5 രാജവംശങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഓർത്തിരിക്കുക, തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഘോറി അവസാനമായിട്ട് ഇന്ത്യയെ ആക്രമിച്ചു. മുഹമ്മദ് ഘോറി ഇന്ത്യയിൽ ഒരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കുന്നു. ആ മുഹമ്മദ് ഘോറിയുടെ അടിമയായിരുന്ന കുതുബുദ്ദീൻ ഐബക്ക് ആ മുസ്ലിം സാമ്രാജ്യത്തിൽ ഒരു അടിമവംശം സ്ഥാപിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ സുൽത്താനേറ്റിന് ആരംഭം കുറിക്കുകയാണ്. അപ്പൊ അവിടെ 1206 to 1526 വരെ ഡൽഹി ഭരിച്ച 5 രാജവംശങ്ങളാണ്. അത് ഏതെല്ലാമാണ് അത് കൃത്യമായിട്ടൊന്ന് നമുക്ക് നോക്കാം. ആ 5 രാജവംശങ്ങളെ ഞാനൊന്ന് എഴുതാം. ഫസ്റ്റ്, ആദ്യത്തെ രാജവംശമായ അടിമവംശം. ഓക്കെ, അപ്പോ അടിമവംശം ഒന്നാമത്തെ രാജവംശമാണ് അടിമവംശം എന്ന് പറയുന്നത്. ഇതിന്റെ കാലഘട്ടം ചോദിക്കാറുണ്ട്. കാലഘട്ടം അപ്പൊ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് അടിമവംശം, സ്ലേവ് ഡൈനാസ്റ്റി, അടിമവംശം ഭരണം നടത്തിയ കാലഘട്ടം നമ്മളൊന്ന് ഓർത്തിരിക്കുക. 1206 to 1290 വരെയാണ്. ഓക്കെ, 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ച ഈ രാജവംശമാണ് അടിമവംശം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സുൽത്താൻ വംശം അതാണ് അടിമവംശം. ഓക്കെ, ഫസ്റ്റ് സുൽത്താൻ ഡൈനാസ്റ്റി. ഓക്കെ, രണ്ടാമത്തെ രാജവംശം, രണ്ടാമത്തത് ഏതാണ്? ഗിൽജി വംശമാണ്. ഓർത്തിരിക്കുക, ഗിൽജി വംശം. ഓക്കെ, സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമാണ് ഗിൽജി വംശം. ആ ഗിൽജി വംശത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കാം. 1290 to 1320. അപ്പൊ 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം എന്ന് പറയുമ്പോൾ ഗിൽജി വംശമായിരിക്കും. രണ്ടാമത്തെ സുൽത്താനേറ്റ് വംശമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ രാജവംശമാണ്. മൂന്നാമത്തേത് ഗിൽജിക്ക് ശേഷം തുഗ്ലക്ക് വംശം. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിലെ മൂന്നാമത്തെ രാജവംശം ഏതാണ്? തുഗ്ലക്ക് വംശമാണ്. ആ തുഗ്ലക്ക് വംശത്തിന്റെ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. 1320 to 1414. ഓക്കെ, 1320 മുതൽ 1414 വരെ ഡൽഹി ഭരിച്ച തുഗ്ലക്ക് വംശം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ രാജവംശം സയ്യിദ് വംശം എന്നാണ് പറയുന്നത്. സയ്യിദ് വംശം. ആ സയ്യിദ് വംശത്തിന്റെ കാലഘട്ടം ഓർത്തിരിക്കുക. 1414 to 1451 വരെ. അപ്പൊ 1414 to 1451 വരെ ഡൽഹി ഭരിച്ചത് സയ്യിദ് വംശമാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് സുൽത്താനേറ്റ്. അപ്പൊ സുൽത്താനേറ്റിൽ അവസാനത്തെ രാജവംശം ഏതാണ്? അപ്പൊ ആദ്യത്തെ രാജവംശം അടിമവംശമാണ്. അവസാനത്തെ രാജവംശമായിട്ട് അറിയപ്പെടുന്നത് ലോധി വംശമാണ്. ലോധി വംശം.
അപ്പൊ ലോധി വംശത്തിന്റെ കാലഘട്ടം ഓർത്തിരിക്കണം 1451 ടു 1526. ഓക്കെ, അപ്പൊ നമുക്ക് ഡൽഹി സുൽത്താനേറ്റിലെ 5 രാജവംശങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ആ 5 രാജവംശങ്ങളുടെ കാലഘട്ടം, ഭരണ കാലഘട്ടം കൂടി ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഓർത്തിരിക്കുക, ഈ 1206 ഞാൻ പറഞ്ഞു തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ എന്ന് പറഞ്ഞാൽ 1206 ടു 1526 വരെ ഡൽഹി ഭരിച്ച 5 രാജവംശങ്ങളാണ് ക്രമത്തിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രാജവംശം, ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശം ഏത്? അടിമ വംശമാണ്. ഓക്കെ, ആ അടിമവംശത്തിന്റെ കാലഘട്ടം ഒന്നുകൂടെ ഓർത്തിരിക്കുക, 1206 ടു 1290 വരെ. നെക്സ്റ്റ് ഗിൽജി ആണ് രണ്ടാമത്തെ രാജവംശം. ഓക്കെ, ഗിൽജി വംശത്തിന്റെ കാലഘട്ടം 1206 ടു 1320 വരെ. നെക്സ്റ്റ് മൂന്നാമത്തെ രാജവംശമാണ് തുഗ്ലക്ക്. തുഗ്ലക്ക് വംശത്തിന്റെ കാലഘട്ടം 1320 ടു 1414 വരെ. അടുത്തത് നാലാമത്തെ രാജവംശമാണ് സൈദ് വംശം, 1414 ടു 451 വരെ. നെക്സ്റ്റ് ലാസ്റ്റ് അവസാനത്തെ സുൽത്താൻ വംശം, ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ഏതായിരുന്നു? ആൻസർ ലോധിയാണ്. ലോധി വംശം 1451 ടു 1526 വരെ. ഓക്കെ, ഇതാണ് മധ്യകാല ഇന്ത്യ ചരിത്രത്തില് ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ള 5 രാജവംശങ്ങളാണ്. ഓക്കെ, ഇത് ഓരോ വീഡിയോ ആയിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ടോപ്പിക്, ഓരോ രാജവംശമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോ ഞാൻ ആദ്യം ഈ 5 രാജവംശങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം. എന്താണ് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശം ഏത്? അടിമവംശം. മൂന്നാമത്തേത് ഏത്? അപ്പൊ ഗിൽജിക്ക് ശേഷം ഏതായിരുന്നു? തുഗ്ലക്കിന് ശേഷം ഏതായിരുന്നു എന്നൊക്കെ PSC ചോദിക്കും. അപ്പൊ ലോധി വംശം, അവസാനത്തെ രാജവംശം ഏതാണ്? അപ്പൊ ഇത് ഓർഡറിൽ അതിന്റെ ആ കാലഘട്ടവും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം, ഈ 5 രാജവംശങ്ങൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 5 രാജവംശങ്ങളിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് അടിമവംശത്തെ കുറിച്ചാണ്. ഈ അടിമവംശം, ആദ്യത്തെ രാജവംശത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ രാജവംശമായിട്ട് കൃത്യമായിട്ട് തന്നെ, വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടിമവംശം, അല്ലെ, സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയാം. അപ്പൊ ഈ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ അടിമവംശം. അപ്പൊ അടിമവംശ സ്ഥാപകൻ ആര്? അടിമവംശം സ്ഥാപിച്ചത് ആര്? അപ്പോ നമ്മൾ ഓർത്തിരിക്കുക, അടിമവംശ സ്ഥാപകനെ നമ്മൾ ഓർത്തിരിക്കുക. അടിമവംശം സ്ഥാപിച്ച വർഷം ചോദിച്ചാല് 1206. അപ്പൊ അടിമവംശ സ്ഥാപകൻ ആരാണ്? അടിമവംശ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബക് ആണ്. കുത്തബുദ്ദീൻ ഐബക്. അപ്പൊ കുത്തബുദ്ദീൻ ഐബക് ആണ് അടിമവംശം സ്ഥാപിക്കുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ മുഹമ്മദ് ഘോറിയുടെ അടിമയും വിശ്വസ്തനായ സൈനികനുമൊക്കെയായിരുന്ന കുത്തബുദ്ദീൻ ഐബക് ആണ് ഇന്ത്യയില് അടിമവംശം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് അടിമവംശ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബക് ആണ്. പക്ഷെ ഈ ഐബക് എന്ന നാമധേയം ഒരു PSC എക്സാമിന് ചോദിച്ചിരുന്നു. ഐബക് എന്നുള്ള ഈ നാമധേയം കുത്തബുദ്ദീൻ ഐബക്കിന് കൊടുത്തത് ആരാണ്? ഐബക് എന്നുള്ള നാമധേയം കുത്തബുദ്ദീൻ ഐബക്കിന് നൽകിയത് ആരാണ്? ഓർത്തിരിക്കുക, മുഹമ്മദ് ഘോറിയാണ്. ഇന്ത്യ അവസാനമായിട്ട് ആക്രമിച്ച മുഹമ്മദ് ഘോറിയാണ്. അപ്പൊ മുഹമ്മദ് ഘോറിയാണ് തന്റെ അടിമയും വിശ്വസ്തനുമായിരുന്ന സൈന്യാധിപനുമായിരുന്ന കുത്തബുദ്ദീന് ഐബക് എന്നുള്ള നാമധേയം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ടത്, ഈ ഐബക് എന്നുള്ള നാമധേയം ആരാണ് കുത്തബുദ്ദീൻ ഐബക്കിന് നൽകിയത്? മുഹമ്മദ് ഘോറിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മുഹമ്മദ് ഘോറിയാണ്. അപ്പൊ ഐബക് എന്നുള്ള തുർക്കി പദത്തിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഐബക് എന്ന വാക്കിന്റെ മീനിങ് ഓർത്തിരിക്കുക, ആക്സിസ് ഓഫ് ഫെയ്ത്ത് എന്നാണ്, വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ്. അപ്പൊ ഓർത്തിരിക്കുക, ആക്സിസ് ഓഫ് ഫെയ്ത്ത്. അപ്പോ ആക്സിസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കേന്ദ്രം. അപ്പൊ ആക്സിസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ് ഐബക് എന്ന വാക്കിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ കുത്തബുദ്ദീൻ ഐബക്കിന്, അല്ലെ, കുത്തബുദ്ദീൻ ഐബക്. അപ്പൊ കുത്തബുദ്ദീന് ഐബക് എന്നുള്ള നാമധേയം കൊടുത്ത ആളെ ഓർത്തിരിക്കുക, മുഹമ്മദ് ഘോറിയാണ്. ഓക്കെ, തുർക്കി, ഐബക് എന്ന തുർക്കി പദത്തിന്റെ അർത്ഥം എന്താണ്?
വിശ്വാസത്തിന്റെ കേന്ദ്രമെന്നാണ്. എഗ്സ് ഓഫ് ഫെയ്ത്ത്, എഗ്സ് ഓഫ് ഫെയ്ത്ത്. അങ്ങനെ അടിമ വംശം സ്ഥാപിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. അതുകൊണ്ട് ഈ അടിമ വംശ സ്ഥാപകനായിരിക്കുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി അടിമവംശമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം. അതുകൊണ്ട് ആ രാജവംശം ഭരിച്ച കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സാമ്രാജ്യ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയുമാണ്. മുഹമ്മദ് ഗോറിയുമാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, അടിമവംശ സ്ഥാപകനായ കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അടിമവംശം സ്ഥാപിച്ചത് 1206. അടിമവംശ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക്. ഐബക്ക് എന്നുള്ള നാമധേയം കൊടുത്തത് മുഹമ്മദ് ഗോറിയാണ്. ഓക്കെ, അപ്പൊ അടിമവംശത്തിന്റെ കാലഘട്ടം 1206 മുതൽ 1290 വരെയാണ്. 1290 വരെയാണ്, ഓർത്തിരിക്കാം. ഓക്കെ, അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേര്, അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകള് ഓർത്തിരിക്കുക. ഇൽബാരി, ഇൽബാരി, ഇൽബാരി വംശം, ഇൽബാരി വംശം, യാമിനി വംശം, യാമിനി വംശം, യാമിനി വംശം, ഇൽബാരി, യാമിനി, ഗുലാം, ഗുലാം, ഗുലാം വംശം, മാംലൂക്ക്, മാംലൂക്ക്, മാംലൂക്ക്. ഓർത്തിരിക്കുക, അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകള്. അടിമവംശം ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു ഇൽബാരി വംശമെന്നും യാമിനി വംശമെന്നും ഗുലാം വംശമെന്നും മാംലൂക്ക് വംശമെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ നമ്മോട് ചോദിക്കാറുണ്ട്, PSC എക്സാമിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇൽബാരി വംശം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജവംശം ഏത്? അപ്പൊ അടിമവംശമായിരിക്കും. ഇനി യാമിനി വംശം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടിമവംശമായിരിക്കും. ഗുലാം വംശം എന്നറിയപ്പെട്ടതും അടിമവംശമാണ്. മാംലൂക്ക് വംശം എന്നറിയപ്പെട്ടതും അടിമവംശമാണ്. അപ്പോ ഗുലാം വംശം അല്ലെ, ഓക്കെ, ഓർത്തിരിക്കാം. അപ്പൊ ഗുലാം വംശം, ഗുലാം വംശം, മാംലൂക്ക് വംശം, അപ്പൊ ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്ന രാജവംശം അടിമവംശമാണ്. ഓക്കെ, മാംലൂക്ക് എന്ന അറബി പദത്തിന്റെ അർത്ഥം അടിമ എന്നാണ്, സ്ലേവ് എന്നാണ്, അടിമ എന്നാണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ചത് അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഒന്ന് ഓർത്തിരിക്കാം. ഇൽബാരി, യാമിനി, മാംലൂക്ക്, ഗുലാം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ട രാജവംശമാണ് ഇന്ത്യയിലെ ആദ്യ രാജവംശമായ മുസ്ലിം രാജവംശമായ അടിമ വംശം. ഓക്കെ, അടിമവംശ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്കാണ്. ആ കുത്തബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റല് അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നത് എവിടെയായിരുന്നു? അപ്പൊ ഓർത്തിരിക്കുക, അടിമവംശത്തിലെ ഭരണാധികാരിയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ഭരണം നടത്തിയിരുന്നപ്പോൾ തലസ്ഥാനമായിരുന്ന സ്ഥലം എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. ലാഹോർ, ലാഹോർ. ഓക്കെ, അടിമവംശത്തിലെ ഭരണാധികാരിയായ കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാല് ലാഹോർ ആയിരുന്നു. ലാഹോർ ഇന്ന് പാകിസ്ഥാനിലാണ്. ഓക്കെ, രവി നദീതീരത്തുള്ള ലാഹോർ, ലാഹോറിനെ നമുക്കറിയാം ഇന്ന് പാകിസ്ഥാനിലാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഓക്കെ, അപ്പൊ ലാഹോർ ആയിരുന്നു ക്യാപിറ്റല്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാന നഗരി ഏതായിരുന്നു? അപ്പൊ ലാഹോർ ആയിരുന്നു. ഈ ലാഹോറിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് ക്യാപിറ്റലിൽ മാറ്റുന്നുണ്ട്. അടിമവംശത്തിലെ മറ്റൊരു സുൽത്താൻ പറയാം. അപ്പൊ ഓർത്തിരിക്കുക, കുത്തബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനമായിരുന്ന സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലാഹോർ എന്നാണ് പറയേണ്ടത്. ലാഹോർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ കുത്തബുദ്ദീൻ ഐബക്കിന്റെ നിർമ്മിതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുത്തബ് മിനാർ നിർമ്മിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ആ കുത്തബ് മിനാർ ഡൽഹിയിലാണ്, ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനി മറ്റു നിർമ്മിതികളിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള മന്ദിരം നമ്മോട് ചോദിക്കാറുണ്ട്. ഇന്ത്യയില് ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള മന്ദിരം എന്ന് പറയുമ്പോൾ അത് കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ആണ്. കുവത്ത്, കുവത്ത് ഉൽ ഇസ്ലാം, ഇസ്ലാം പള്ളി അല്ലെങ്കിൽ മോസ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, കുവത്ത് ഉൽ ഇസ്ലാം പള്ളി അല്ലെങ്കിൽ കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക്. ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള ആദ്യത്തെ നിർമ്മിതിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള മന്ദിരം പണിതിരിക്കുന്നത് ആരാണ്? ഈ ഡൽഹിയിലെ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി അല്ലെങ്കിൽ ഇസ്ലാം മോസ്ക് നിർമ്മിച്ചത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന അടിമവംശ സ്ഥാപകനാണ്.
ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള മോസ്ക് നിർമ്മിച്ച വ്യക്തിയും ഓർത്തിരിക്കുക. അപ്പൊ ഖുവത്തുൽ ഇസ്ലാം മോസ്ക് എവിടെയാണ്? ഡൽഹിയിലാണ്, ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഖുവത്തുൽ ഇസ്ലാം പള്ളി പണിതതാര്? കുത്തുബുദ്ദീൻ ഐബക് ആണ്. കുത്തബ് മീനാറിന്റെ സ്ഥാപകനും കുത്തുബുദ്ദീൻ ഐബക് തന്നെയാണ്, ഓർത്തിരിക്കുക. അപ്പൊ കുത്തബ് മീനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ് ആണ്. അപ്പൊ നമ്മോട് ചോദിക്കാറുണ്ട്, ഈ കുത്തബ് മീനാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുത്തബ് മീനാർ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് പണിതിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മീനാർ നിർമ്മിച്ചിരിക്കുന്നത്? അപ്പൊ ഓർത്തിരിക്കുക, ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി സൂഫി എന്ന് പറയുന്ന സൂഫി സന്യാസി വര്യന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പൊ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തുബുദ്ദീൻ ഐബക് കുത്തബ് മീനാർ നിർമ്മിച്ചിരിക്കുന്നത്? ഓർത്തിരിക്കുക, ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി സൂഫി. ഓർത്തിരിക്കുക, ആരാണ്? ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ ഓർത്തിരിക്കുക, ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി സൂഫി. ഇതിന്റെ ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാം, കാക്കി സൂഫി. ഓക്കെ, സൂഫി സന്യാസി വര്യനായിരിക്കുന്ന ഖ്വാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി സൂഫിയുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന മന്ദിരം ഏതാണ് എന്ന് നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് കുത്തബ് മീനാറാണ്. കുത്തബ് മീനാർ. അപ്പൊ ഓർത്തിരിക്കുക, കുത്തബ് മീനാർ. അപ്പൊ കുത്തബ് മീനാർ. ഓക്കെ, അപ്പൊ കുത്തബ് മീനാർ പണിതിരിക്കുന്നത് കുത്തുബുദ്ദീൻ ഐബക് ആണ്. ഇതിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് കുത്തുബുദ്ദീൻ ഐബക് ആണ്. 237.8 അടി ഉയരമാണ് കുത്തബ് മീനാറിനുള്ളത്. കുത്തബ് മീനാർ ഡൽഹിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. അപ്പൊ നമ്മള് കുത്തബ് മീനാർ ആരുടെ ഓർമ്മയ്ക്കായിട്ട് പണിതിരിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി സൂഫി എന്ന് പറയുന്ന സന്യാസി വര്യന്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് കുത്തുബുദ്ദീൻ ഐബക് കുത്തബ് മീനാർ പണിതിരിക്കുന്നത്, ഓർത്തിരിക്കാം. അപ്പോ മറ്റൊരു കാര്യം, കുത്തുബുദ്ദീൻ ഐബക് എന്ന് പറയുന്ന അടിമവംശത്തിലെ ഭരണാധികാരിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള മന്ദിരം പണിതിരിക്കുന്നതും. അത് ഖുവത്തുൽ ഇസ്ലാം മോസ്ക് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഖുവത്തുൽ ഇസ്ലാം മോസ്ക് ആണ്. ഇനി കുത്തുബുദ്ദീൻ ഐബക്കിന്റെ നിർമ്മിതിയിൽ മറ്റൊരു നിർമ്മിതി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാം, അജ്മീറിലെ, രാജസ്ഥാനിലെ അജ്മീറിലെ അധായി ദിൻക ജോൻഫ്ര. അധായി ദിൻക ജോൻഫ്ര. ഓക്കെ, ഇവിടെ സ്ഥലമില്ലാതുകൊണ്ട് താഴോട്ട് എഴുതാം. ദിൻക ജോൻഫ്ര. ഓക്കെ, അപ്പൊ അജ്മീറിലെ, രാജസ്ഥാനിലെ അജ്മീർ. അപ്പൊ അജ്മീർ ഓർത്തിരിക്കാം. അജ്മീറിലെ അധായി ദിൻക ജോൻഫ്ര പണിതിരിക്കുന്നത് ആരാണ്? രാജസ്ഥാനിലെ അധായി ദിൻക ജോൻഫ്ര എന്ന് പറയുന്ന മോസ്ക്. അപ്പോ ഇത് ആരാണ് പണിതത്? അതും കുത്തുബുദ്ദീൻ ഐബക് തന്നെയാണ്. അടിമവംശത്തിലെ ഭരണാധികാരിയാണ്. അപ്പൊ അടിമവംശത്തിലെ ഭരണാധികാരിയും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയുമായിരിക്കുന്ന ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്ന കുത്തുബുദ്ദീൻ ഐബക്കിന്റെ നിർമ്മിതികളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ കുത്തുബ് മീനാറിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അധായി ദിൻക ജോൻഫ്ര പണിതിരിക്കുന്നു. ഖുവത്തുൽ ഇസ്ലാം മോസ്ക് പണിതിരിക്കുന്നു. ഇതൊക്കെ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ ഡൽഹി സുൽത്താൻ. നമ്മുടെ BSc എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ ഡൽഹി സുൽത്താൻ ആരാണ്? ആ സുൽത്താനും കുത്തുബുദ്ദീൻ ഐബക് തന്നെയാണ്. കുത്തുബുദ്ദീൻ ഓർത്തിരിക്കുക. കുത്തുബുദ്ദീൻ ഐബക്. ഓക്കെ, ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ സുൽത്താൻ ഭരണാധികാരിയാണ് കുത്തുബുദ്ദീൻ ഐബക് എന്ന് പറയുന്ന ഭരണാധികാരി. കുത്തുബുദ്ദീൻ ഐബക്. ഓക്കെ, ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച നാണയങ്ങൾ പുറത്തിറക്കിയ സുൽത്താൻ ഭരണാധികാരി ആരാണ്? കുത്തുബുദ്ദീൻ ഐബക് ആണ്. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ഭരണകാലഘട്ടം
ആ കാലഘട്ടത്തെ ഓർത്തിരിക്കുമ്പോൾ അടിമവംശത്തിന്റെ കാലഘട്ടം, ആ അടിമവംശത്തിലെ കാലഘട്ടത്തിൽ കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലെ ഒരു ചരിത്രകാരനായിരുന്നു ഹസൻ നിസാമി എന്ന് പറയുന്ന ആള്. ഹസൻ നിസാമി. അപ്പൊ നമ്മൾ ചോദിക്കും ഹസൻ നിസാമി. അപ്പൊ കുത്തബുദ്ദീന്റെ അടിമവംശത്തിന്റെ ഭരണത്തെ കുറിച്ച് ഹസൻ നിസാമി ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കും. താജ് ഉൽ മാസിർ. എന്താണ് പേര്? താജ് ഉൽ മാസിർ. അപ്പൊ താജ് ഉൽ മാസിർ, അപ്പൊ താജുൽ മാസിർ അല്ലെങ്കിൽ താജ് ഉൽ മാസിർ. അപ്പൊ താജുൽ മാസിർ രചിച്ചതാരാണ്? താജ് ഉൽ മാസിർ രചിച്ചതാരാണ്? ഹസൻ നിസാമിയാണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ചരിത്ര പണ്ഡിതനായ ഹസൻ നിസാമിയാണ് താജുൽ മാസിർ രചിച്ചത്. അടിമവംശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്, അടിമവംശത്തിന്റെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹസൻ നിസാമിയുടെ താജുൽ മാസിർ. അപ്പൊ താജുൽ മാസിർ രചിച്ചതാരാണ്? ഹസൻ നിസാമിയാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കാം. അപ്പോ ഹസൻ നിസാമിയാണ് താജുൽ മാസിർ രചിച്ചിരിക്കുന്നത്. അപ്പൊ താജുൽ മാസിർ രചിച്ചതാരാണ്? അടിമവംശത്തിന്റെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന താജുൽ മാസിർ എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് ഹസൻ നിസാമിയാണ്. കുത്തുബുദ്ദീന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ഹസൻ നിസാമി. ഓക്കെ. അടിമവംശത്തിലെ ഭരണാധികാരിയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക്, ലാഖ് ബക്ഷ് എന്ന് നമ്മൾ വിളിക്കുന്ന കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പോ ആ കുത്തബുദ്ദീൻ ഐബക്ക് അന്ത്യം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക് കുറഞ്ഞ വർഷക്കാലമേ അടിമവംശത്തിൽ ഭരണം നടത്തിയിട്ടുള്ളൂ. അതായത് 1206 മുതൽ 1210 വരെ. 1210 ഇദ്ദേഹം മരണമടയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അപ്പൊ നമ്മൾ ഓർത്തിരിക്കാം, കുത്തബുദ്ദീൻ ഐബക്ക് പോളോ കളി കുതിരപ്പുറത്തു നിന്നും വീണ് മരിക്കുകയാണ്. പോളോ കളി. അപ്പൊ പോളോ എന്ന് പറയുന്ന ഗെയിം ഓർത്തിരിക്കാം. പോളോ കളി. അപ്പൊ പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്നും വീണ് മരിക്കുകയാണ് 1210. കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി അന്തരിച്ചത് എങ്ങനെയാണ്? പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്നും വീണ് മരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയില് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ പലരും പല രീതിയിൽ മരണപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഓർത്തിരിക്കുക. മറ്റൊരു സുൽത്താൻ അടിമവംശത്തിലെ സുൽത്താനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. പക്ഷേ തുഗ്ലക്കൻ ഭരണാധികാരിയുണ്ട്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ അന്ത്യം എന്ന് പറയുമ്പോൾ പവലിയൻ കൊളാപ്സിലൂടെയായിരുന്നു. പന്തൽ തകർന്നു മരിച്ച, നമ്മോട് ചോദിക്കാറുണ്ട്, പവലിയൻ കൊളാപ്സിലൂടെ മരണപ്പെട്ട അല്ലെങ്കിൽ മണ്ഡപം തകർന്നു മരിച്ച ഡൽഹി സുൽത്താൻ, അത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്ന തുഗ്ലക്കൻ ഭരണാധികാരിയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. എങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. അപ്പൊ അടിമവംശത്തിലെ ഈ ഭരണാധികാരിക്ക് ശേഷം അടിമവംശത്തിലേക്ക് മറ്റൊരു ഭരണാധികാരി കടന്നു വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യം ഈ അടിമവംശത്തിലെ ഭരണാധികാരികളെ ഒന്ന് പരിചയപ്പെടാം. അടിമവംശത്തിലെ ഭരണാധികാരികളെ എല്ലാവരെയും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. പ്രധാനപ്പെട്ട ഭരണാധികാരികളെ മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ട്. ഫസ്റ്റ് ആദ്യത്തെ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം അടിമവംശത്തിലെ ഭരണാധികാരികൾ എന്ന് ഓർത്തിരിക്കുമ്പോൾ ആദ്യത്തെ ഭരണാധികാരി കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതിനുശേഷം ആരം ഷാ വന്നിട്ടുണ്ട്. ആരം ഷാ വരുന്നു. അപ്പൊ കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം ആരം ഷാ വരുന്നു. അപ്പൊ ആരം ഷായ്ക്ക് ശേഷം മറ്റൊരു ഭരണാധികാരി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇൽത്തുമിഷ് എന്നാണ്. എന്താണ്? ഇൽത്തുമിഷ്. അപ്പൊ നമ്മൾ ചോദിക്കുക ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷ്. അപ്പൊ ഇൽത്തുമിഷ് വരുന്നു. അപ്പൊ ആരം ഷായ്ക്ക് ശേഷമാണ് ഇൽത്തുമിഷ് വരുന്നത്. ഇൽത്തുമിഷിന് ശേഷം ഇദ്ദേഹത്തിന്റെ മകളായ റസിയ സുൽത്താന വരുന്നു. റസിയ സുൽത്താന. പക്ഷെ സുൽത്താന എന്നല്ല, സുൽത്താൻ എന്നാണ് ഇവര് അറിയപ്പെട്ടത്. എങ്കിലും നമ്മൾ സുൽത്താന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കാം, കുത്തുബുദ്ദീൻ ഐബക്ക്, ആരം ഷാ, ഇൽത്തുമിഷ്, റസിയ സുൽത്താന. മറ്റൊരു ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബനാണ്. ഗിയാസുദ്ദീൻ ബാൽബൻ.
ബാൽബൻ. ഓക്കെ, ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പൊ ഗിയാസുദ്ദീൻ ബാൽബൻ ഓർത്തിരിക്കേണ്ട പേരുകള്. അടിമവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്, ആരം ഷാ, ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ അവസാനത്തെ അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ അത് കൈക്കോബാദാണ്. കൈക്കോബാദ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട പേരുകള് ഇതൊന്ന് പഠിച്ചിരിക്കണം. അടിമവംശത്തിലെ ഭരണാധികാരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ എക്സാമിനൊക്കെ ചോദിക്കാം, റസിയ സുൽത്താന ഏത് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു? ഡൽഹി സുൽത്താനേറ്റിലെ, അല്ലെങ്കിൽ ഇൽത്തുമിഷ്, അല്ലെങ്കിൽ ആരം ഷാ, അല്ലെങ്കിൽ കുത്തബുദ്ദീൻ ഐബക്ക്, അല്ലെങ്കിൽ കൈക്കോബാദ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അടിമവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്ക് ആണെങ്കിൽ അവസാനത്തെ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി കൈക്കോബാദ് ആയിരിക്കും. ഓർത്തിരിക്കുക, കൈക്കോബാദ് അവസാനത്തെ ഭരണാധികാരി അടിമവംശത്തിലെ. അപ്പോ ഇവരുടെ ഭരണ കാലഘട്ടമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം കടന്നു വന്ന ആരം ഷാ, അതിനുശേഷം വന്ന ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ഗിയാസുദ്ദീൻ ബാൽബൻ, കൈക്കോബാദ്, ഇവരെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഈ അടിമവംശത്തിലെ ഭരണാധികാരികളെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. കുത്തബുദ്ദീൻ ഐബക്ക്, ആരം ഷാ, ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ഗിയാസുദ്ദീൻ ബാൽബൻ, കൈക്കോബാദ്. അപ്പൊ നമ്മൾ ചോദിക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഏത് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു? അപ്പൊ അടിമവംശത്തിലെ ഭരണാധികാരി റസിയ സുൽത്താനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി. പക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി കുത്തബുദ്ദീൻ ഐബക്കാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമായ അടിമവംശത്തിലെ ഭരണാധികാരികളായിട്ട് വന്നവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതയും പുരുഷനും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. മുസ്ലിം ഭരണാധികാരികളാണ്. അപ്പൊ കുത്തബുദ്ദീൻ ഐബക്കും റസിയ സുൽത്താനയും. ഓക്കെ, അപ്പൊ നമുക്ക് കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം ആരം ഷാ അടിമവംശത്തിലേക്ക് കടന്നു വന്നെങ്കിലും ഇദ്ദേഹത്തിന് ഭരണം നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇൽത്തുമിഷ് കടന്നു വരുന്നു. അപ്പൊ ആരം ഷായെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്കിലും ആരം ഷാ അടിമവംശത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ആരം ഷായെ വധിക്കുകയാണ് മറ്റൊരു ഡൽഹി സുൽത്താൻ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ബദായു എന്ന് പറയുന്ന സ്ഥലം, ബദായു എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണറായിരുന്ന ഇൽത്തുമിഷ്. ഓക്കെ, ബദായുവിലെ ഗവർണറായിരുന്ന ഇൽത്തുമിഷ് അടിമവംശത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓർത്തിരിക്കുക, ഇൽത്തുമിഷ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ്. അപ്പോ ഇൽത്തുമിഷ് അടിമവംശത്തിലേക്ക് കടന്നു വരികയാണ്. ആരം ഷായെ വധിച്ചുകൊണ്ടാണ് അടിമവംശത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ആരം ഷായെ വധിച്ചത് ആര്? ഇൽത്തുമിഷാണ്. ആരം ഷാ അടിമവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ആരം ഷായെ ഇൽത്തുമിഷ് വധിക്കുകയാണ്. അപ്പോ ആരം ഷായെ എവിടെ വെച്ചാണ് വധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇൽത്തുമിഷ് ആരം ഷായെ എവിടെ വെച്ചാണ് വധിച്ചത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർത്തിരിക്കുക. ബാഗ് ഇ ജൂദ് മൈതാനം. ഓക്കെ, ബാഗ് ഇ ജൂദ് മൈതാനത്ത് വെച്ചിട്ടാണ്. അപ്പൊ ആരം ഷായെ ആര് വധിച്ചു? ഇൽത്തുമിഷ്. അപ്പൊ അടിമവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ആരം ഷായെ ഇൽത്തുമിഷ് വധിക്കുന്നത് എവിടെ വെച്ചാണ്? ബാഗ് ഇ ജൂദ് മൈതാനത്ത് വെച്ചാണ്. അപ്പൊ ബാഗ് ഇ ജൂദ് മൈതാനം ഓർത്തിരിക്കണം. ബാഗ് ഇ ജൂദ് മൈതാനത്ത് വെച്ചിട്ടാണ് ആരം ഷായെ ആര് വധിക്കുന്നത്? ഇൽത്തുമിഷ് വധിക്കുന്നത്. അപ്പൊ ഇൽത്തുമിഷ് എവിടുത്തെ ഗവർണറായിരുന്നു? ബദായു. അപ്പൊ ബദായുവിലെ ഗവർണറായിരുന്ന ഇൽത്തുമിഷ് അടിമവംശത്തിലേക്ക് കടന്നു വരികയാണ്. അടിമവംശത്തിലെ ഭരണാധികാരിയായിട്ട് ഇൽത്തുമിഷ് കടന്നു വരികയാണ് ആരം ഷായെ വധിച്ചുകൊണ്ട്. ഈ ഇൽത്തുമിഷിന്റെ തലസ്ഥാനം, അടിമവംശത്തിലെ ഇൽത്തുമിഷിന്റെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു? ഡൽഹി ആയിരുന്നു. അപ്പൊ ഡൽഹി ആയിരുന്നു ക്യാപിറ്റൽ. അപ്പൊ നമ്മോട് ചോദിക്കാം, കുത്തുബ്ദീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. അപ്പൊ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരാണ്? അപ്പൊ നമുക്ക് ഓർത്തിരിക്കാം, ലാഹോർ. അപ്പൊ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ഡൽഹി സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ,
ഇൽത്തുമിഷ് കുറിച്ചറിയുമ്പോൾ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് മംഗോളിയൻ ആക്രമണകാരനായിരിക്കുന്ന ചെങ്കിസ് ഖാൻ. അപ്പൊ മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു. അപ്പൊ ചെങ്കിസ് ഖാൻ നമ്മൾ ചോദിക്കും, ചെങ്കിസ് ഖാൻ. അപ്പൊ ചെങ്കിസ് ഖാന്റെ ആക്രമണം നടന്നിരിക്കുന്നു. അപ്പൊ മംഗോളിയൻ ആക്രമണകാരനായിരിക്കുന്ന ചെങ്കിസ് ഖാൻ, ആ ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? അടിമ വംശത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അത് ഏത് വർഷം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തവണ ചോദിച്ചിരുന്നു PSC എക്സാമിന് 1221. അപ്പൊ 1221 ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യ ആക്രമിക്കുന്നത്. 1221. അപ്പൊ 1221 കാലഘട്ടം ഓർത്തിരിക്കണം. 1206 1290 ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ അടിമ വംശത്തിന്റെ കാലഘട്ടത്തില് അത് ആരുടെ, ഏത് ഭരണകർത്താവിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് മംഗോളിയൻ ആക്രമണകാരനായിരിക്കുന്ന ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിച്ചത്. വർഷം 1221. അപ്പൊ ചെങ്കിസ് ഖാന് മറ്റൊരു പേരുണ്ട് തെമുജീൻ. അപ്പൊ തെമുജീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ തെമുജീൻ എന്ന് അറിയപ്പെട്ടത് മുസ്ലിം ആക്രമണകാരനാണ് ചെങ്കിസ് ഖാൻ. മംഗോളിയൻ ആക്രമണകാരനാണ് ചെങ്കിസ് ഖാൻ. അപ്പൊ ചെങ്കിസ് ഖാന്റെ ശരിയായ പേര് തെമുജീൻ എന്നാണ്. അപ്പൊ തെമുജീനിന്റെ ആക്രമണം അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ ഒരു തവണ ചോദിച്ചിരുന്നു, തെമുജീൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് താഴെ കൊടുത്തിരുന്നത്? അപ്പൊ ആൻസർ ചെങ്കിസ് ഖാൻ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റാം. അങ്ങനെ PSC ചോദിക്കാറുണ്ട്. തെമുജീൻ എന്നറിയപ്പെടുന്ന ആര്? അപ്പൊ ചെങ്കിസ് ഖാൻ എന്നായിരിക്കും ആൻസർ. അപ്പോ മംഗോളിയൻ ആക്രമണകാരനായിരിക്കുന്ന ചെങ്കിസ് ഖാൻ 1221 ഇന്ത്യയെ ആക്രമിച്ചത്. അത് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ തെമുജീൻ എന്നത് ആളുടെ ശരിയായ പേരാണ്, ചെങ്കിസ് ഖാന്റെ പേരാണ്. അപ്പൊ ചെങ്കിസ് ഖാന്റെ ആക്രമണം നടന്ന കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. അടിമവംശത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്. ഓക്കെ. അതുപോലെ നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന്. ഖലീഫ. അപ്പൊ ഓർത്തിരിക്കുക, നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ ഡൽഹി സുൽത്താൻ ആരാണ്? അപ്പൊ നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. അടിമയുടെ അടിമ. അപ്പൊ നമ്മൾ ചോദിച്ചിരുന്നു അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആരാണെന്ന്. അടിമയുടെ അടിമ. അപ്പൊ അടിമയുടെ അടിമയാണ് കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന അടിമ. ആ അടിമയുടെ അടിമയായിരിക്കുന്നത് ആരാണ്? ഇൽത്തുമിഷ്. അപ്പൊ അടിമയുടെ അടിമ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. അടിമയുടെ അടിമ എന്നുള്ള പേരുണ്ട്. അപ്പൊ അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ. ദൈവഭൂമിയുടെ സംരക്ഷകൻ, അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഭഗവത് ദാസന്മാരുടെ സഹായി എന്നറിയപ്പെടുന്നു. അപ്പൊ ഭഗവത് ദാസന്മാരുടെ സഹായി എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആര്? അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആര്? അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആര്? അപ്പൊ ഇതൊക്കെ ഇൽത്തുമിഷാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ, അടിമയുടെ അടിമ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നുള്ള സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താൻ. ഓർത്തിരിക്കാം, ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ. നമ്മോട് ചോദിക്കും, ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നുള്ള സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താൻ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നുള്ള പേരിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നുള്ള പേരിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. ആ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് മംഗോളിയൻ ആക്രമണകാരനായിരിക്കുന്ന ചെങ്കിസ് ഖാൻ ഇന്ത്യയെ ആക്രമിച്ചത് 1221. അപ്പൊ ഇൽത്തുമിഷിന്റെ വിശേഷണങ്ങളൊന്ന് ഓർത്തിരിക്കണം നിങ്ങൾ. അടിമയുടെ അടിമ, ഭഗവത് ദാസന്മാരുടെ സഹായി, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്.
ഓക്കെ, നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താനെന്ന് രേഖപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ്. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നുള്ള സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താനാണ്. ഇതൊക്കെ ആരാണ്? ഓർത്തിരിക്കുക, ഇൽതുമിഷ് ആണ്. ഇൽതുമിഷ് ആണ്. ഇൽതുമിഷ് ആണ്. ഓക്കെ, ബാഗ്ദാദ് ഖലീഫ. ബാഗ്ദാദ് ഖലീഫ. ബാഗ്ദാദ് ഖലീഫ. ഖലീഫ. ബാഗ്ദാദ് ഖലീഫ ഇൽതുമിഷിന് നൽകിയ ബഹുമതി ഏതാണ്? അപ്പൊ ഓർത്തിരിക്കുക, സുൽത്താൻ ഇ അസം. സുൽത്താൻ ഇ അസം. ഓക്കെ, അപ്പൊ സുൽത്താൻ ഇ അസം എന്നുള്ള ബഹുമതി ലഭിച്ചിരിക്കുന്ന ഡൽഹി സുൽത്താൻ ആരിൽ നിന്ന്? ബാഗ്ദാദ് ഖലീഫയിൽ നിന്ന്. അപ്പൊ ബാഗ്ദാദ് ഖലീഫയിൽ നിന്ന് സുൽത്താൻ ഇ അസം എന്നുള്ള ബഹുമതി ലഭിച്ച ഡൽഹി സുൽത്താനാണ് ഇൽതുമിഷ്. ഇൽതുമിഷ്. ഇൽതുമിഷ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു, ഖുത്ബ് മീനാറിന്റെ പണി പൂർത്തീകരിച്ചത് ഇൽതുമിഷ് ആണ്. ഇൽതുമിഷ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഖുത്ബ് മീനാറിന്റെ സ്ഥാപകൻ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഓക്കെ, അപ്പോ ബാഗ്ദാദ് ഖലീഫ ഇൽതുമിഷിന് നൽകിയ ബഹുമതി ചോദിച്ചാല് സുൽത്താൻ ഇ അസം എന്ന് പറയുന്ന ബഹുമതിയാണ്. സുൽത്താൻ ഇ അസം. അപ്പൊ സുൽത്താൻ ഇ അസം എന്ന് പറയുന്ന ബഹുമതി ലഭിച്ച ഡൽഹി സുൽത്താനാണ് ഇൽതുമിഷ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇൽതുമിഷ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇൽതുമിഷ് കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായം. അപ്പോ ഇൽതുമിഷിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂനികുതിയാണ് ഇഖ്ത എന്ന് പറയുന്നത്. ഇഖ്ത. നമ്മൾ ചോദിക്കും, ഇഖ്ത എന്ന് പറയുന്ന ഭൂനികുതി അല്ലെ? ഇഖ്ത എന്ന് പറയുന്ന ലാൻഡ് ടാക്സ്. അപ്പൊ ഈ ഭൂനികുതി, ഇഖ്ത എന്ന് പറയുന്ന ഭൂനികുതി കൊണ്ടുവന്ന ഡൽഹി സുൽത്താൻ ആരാണ്? ഇഖ്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് PSC ചോദിച്ചു. താഴെ കൊടുത്തിട്ട് ഇഖ്ത എന്താണ്? അപ്പൊ ടാക്സ് ആണ് അല്ലെങ്കിൽ നികുതിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇഖ്ത എന്താണെന്ന് മനസ്സിലാക്കി. ഇഖ്ത ആര് കൊണ്ടുവന്നു? ഇഖ്ത എന്ന് പറഞ്ഞാൽ എന്ത് നികുതിയാണ്? അപ്പൊ മതനികുതിയാണോ, റിലീജിയസ് ടാക്സ് ആണോ, ലാൻഡ് ടാക്സ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ ഇഖ്ത എന്ന് പറഞ്ഞാല് അത് ഭൂനികുതിയാണ്. അപ്പൊ ഇഖ്ത എന്ന് പറയുന്ന ഈ ഭൂനികുതി കൊണ്ടുവന്ന ഡൽഹി സുൽത്താനാണ് ഇൽതുമിഷ്. അടിമവംശത്തിലെ ഭരണാധികാരിയാണ് ഇഖ്ത എന്ന് പറയുന്ന ഭൂനികുതി കൊണ്ടുവരുന്നത്. ഇഖ്ത എന്ന് പറയുന്ന ഭൂനികുതി കൊണ്ടുവന്നത്. അതുപോലെ അടിമവംശത്തിന്റെ കാലഘട്ടത്തില് തങ്ക, ജിറ്റാൾ. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് തങ്ക, ജിറ്റാൾ. തങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ജിറ്റാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ തങ്ക, ജിറ്റാൾ എന്ന് പറയുന്ന നാണയങ്ങളാണ്. അപ്പൊ തങ്ക എന്ന് പറഞ്ഞാല് വെള്ളി നാണയമാണ്. ജിറ്റാൾ എന്ന് പറഞ്ഞാല് ചെമ്പ് നാണയമാണ്. അപ്പൊ ഈ നാണയങ്ങളൊക്കെ കൊണ്ടുവന്ന ഡൽഹി ഭരണാധികാരിയാണ് ഇൽതുമിഷ്. ഓക്കെ, ഇൽതുമിഷ്. ഈ അടിമവംശത്തിന്റെ കാലഘട്ടത്തിൽ ഇൽതുമിഷ് 40 പ്രഭുക്കന്മാരുടെ ഒരു സംഘത്തിന് രൂപം നൽകിയിരുന്നു. അത് അറിയപ്പെട്ടിരുന്ന പേര് ചാലിസ എന്നാണ്. ചാലിസ. അപ്പൊ ചാലിസ, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ചാലിസ. ടർക്കിഷ് ഫോർട്ടി. അപ്പൊ ടർക്കിഷ് ഫോർട്ടി, അല്ലെങ്കിൽ മറ്റൊരു പേര് ചഹൽഗാനിയ. അപ്പൊ നമ്മോട് ചോദിക്കാം, ചാലിസയ്ക്ക് അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടിക്ക് അല്ലെങ്കിൽ ചഹൽഗാനിയ എന്നൊക്കെ പറഞ്ഞാലൊന്നും തന്നെ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഈ ചാലിസയ്ക്ക് രൂപം നൽകിയത് ആരാണ്? അല്ലെങ്കിൽ ടർക്കിഷ് ഫോർട്ടി എന്ന് പറയുന്ന 40 പ്രഭുക്കന്മാർ അല്ലെ? ചാലിസ് എന്ന് പറഞ്ഞാൽ 40. അപ്പൊ 40 പ്രഭുക്കന്മാർ അടങ്ങിയ ഒരു സംഘമാണ്. 40 പണ്ഡിതന്മാരടങ്ങിയ ഭരണ നിർവഹണത്തിനായിട്ട് ഇൽതുമിഷ് കൊണ്ടുവന്ന 40 പ്രഭുക്കന്മാർ അടങ്ങിയ സംഘമാണ് ചാലിസ എന്നറിയപ്പെടുന്ന ടർക്കിഷ് ഫോർട്ടി. അപ്പോ ഇൽതുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഖബർ സ്ഥിതി എന്നത് എവിടെയാണ്? ഓർത്തിരിക്കുക, ഇൽതുമിഷിന്റെ ഖബർ സ്ഥിതി എന്നത്, അടിവംശത്തിലെ ഈ ഭരണാധികാരിയുടെ ഖബർ സ്ഥിതി എന്നത് എവിടെയാണ്? ഖബർ സ്ഥിതി എന്നത് കുത്തബ് കോംപ്ലക്സിലാണ്. ഓർത്തിരിക്കുക, ഡൽഹിയിലെ കുത്തബ് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ കുത്തബ് കോംപ്ലക്സിലാണ് ഖബർ സ്ഥിതി എന്നത്. ഇൽതുമിഷിന്റെ ഖബർ സ്ഥിതി എന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാല് കുത്തബ് കോംപ്ലക്സ് ഡൽഹിയാണ്. അപ്പൊ ഡൽഹിയിലെ കുത്തബ് കോംപ്ലക്സിലാണ് ഇൽതുമിഷ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പൊ ഖബർ സ്ഥിതി എന്നത് എവിടെയാണ്? ഇൽതുമിഷിന്റെ ഖബർ സ്ഥിതി എന്ന സ്ഥലം കുത്തബ് കോംപ്ലക്സിലാണ്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശത്തിലെ ഇൽതുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഈ ഇൽതുമിഷിന്റെ
കാലഘട്ടം, അടിമവംശത്തിലെ ഇൽത്തുമിഷിന്റെ ശേഷം അധികാരത്തിലേക്ക് റസിയ സുൽത്താന കടന്നു വരുന്നുണ്ട്. അപ്പോ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതേക്കുറിച്ച് പറയാം. അപ്പൊ ഇത്രയും നേരം എന്റെ ക്ലാസ് ശ്രവിച്ച നിങ്ങൾക്ക് നമസ്കാരം. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സി യു.